വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു വിഷു മേക്കപ്പ് ലുക്ക് ആയാലോ. വിഷു ഒക്കെ ഇങ്ങ് വന്നു അല്ലേ, അപ്പൊ നമ്മളായിട്ട് എന്തിനാ കുറയ്ക്കുന്നത്, നമുക്ക് ഒരു വിഷു മേക്കപ്പ് ലുക്ക് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ഒക്കെ കയ്യിലിരിക്കുന്ന ടൈപ്പ് സാധനങ്ങളൊന്നും എന്റെ കയ്യിലില്ല. എന്റെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ച് നമുക്ക് റെഡിയാവാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് ആദ്യം തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. ഞാൻ എടുത്തേക്കുന്നത് ഡോട്ട് ആൻഡ് കീയുടെ ആണ്. നിങ്ങൾ ഏതാ ഉപയോഗിക്കുന്നെങ്കിൽ അതെടുക്കാം. സൺസ്ക്രീൻ വന്നിട്ട് ഡോട്ട് ആൻഡ് കീയുടെ വിറ്റമിൻ C+C സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീൻ ആണ്. ഇതൊരു വാട്ടർ ഫ്ലൂയിഡ് ടൈപ്പ് കൺസിസ്റ്റൻസിയിലുള്ളതാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് കാണാം എന്റെ ഫേസിൽ വൈറ്റ് കാസ്റ്റോ അങ്ങനത്തെ ഒന്നുമില്ല. ഓക്കെ, അടുത്തത് ഞാനൊരു അലോവേര ജെല്ലാണ് തേക്കുന്നത്. ഓക്കെ, അതിനുശേഷം മോയ്സ്ചറൈസർ ഇടാവേ. ഞാൻ നിവേയുടെ ആണ് ഉപയോഗിക്കുന്നത്. നിവേയുടെ ഈ മോയ്സ്ചറൈസർ ആണ്. ബേസ് നല്ല അടിപൊളിയായാലേ നമുക്ക് അതിന്റെ മേളിലിടുന്ന മേക്കപ്പ് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ കാണാനൊരു ഭംഗിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ബേസ് ഇടുമ്പോൾ നല്ല രീതിക്ക് സമയമെടുത്ത് തന്നെ ഇടുക. നിങ്ങൾക്ക് ലിപ് ബാം ഇടാവേ. ഞാൻ ഓൾറെഡി ലിപ് ബാം ഇട്ടതാ. ഇനി നമുക്ക് ഫൗണ്ടേഷൻ ആണ് ഇടേണ്ടത്. ഞാൻ കളർ കറക്റ്റർ അങ്ങനത്തെ സാധനമൊന്നും യൂസ് ചെയ്യാറില്ല. നോർമലായിട്ട് ഞാൻ ഫൗണ്ടേഷൻ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. ഇതൊക്കെ ഇടുന്നതിന് മുന്നേ ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്യണേ, അത് പറയാൻ ഞാൻ വിട്ടു. ഓക്കെ, നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. മാർസിന്റെ ഫൗണ്ടേഷൻ ഞാൻ ഒരു ഷോട്ടിൽ കാണിച്ചിട്ടുള്ളതാണ്. അതാണ് ഇപ്പം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. അതിന്റെ കറക്റ്റ് ഷെയ്ഡ് എനിക്ക് കിട്ടുകയും ചെയ്തു. അതുകൊണ്ടാണ് പ്രോഡക്റ്റ് എപ്പോഴും കയ്യിലെടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതിന്റെ അളവ് നമുക്ക് മനസ്സിലാവും എന്തോരം എടുത്തു. ഇതിന്റെ ഷെയ്ഡ്, ഇത് മാർസിന്റെ ഫൗണ്ടേഷൻ ആണ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് 08 ആണ്. ബ്ലെൻഡർ വെച്ചാണ് ഇടുന്നത്. ഇടുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഞാൻ ബ്ലെൻഡർ ഒന്ന് വാഷ് ചെയ്യുവേ. ഒന്ന് ചെറുതായിട്ടൊന്ന് നനയ്ക്കും. അപ്പൊ നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് നനച്ചിട്ടേ ഇപ്പം എടുത്തേക്കുന്നേ. ഓക്കെ, നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. ഫൗണ്ടേഷൻ ബ്ലെൻഡ് ആയിട്ടില്ലെങ്കിൽ മേക്കപ്പ് നമ്മൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ എടുത്ത് നിൽക്കും. അതുകൊണ്ട് കറക്റ്റ് ഷെയ്ഡ് എടുക്കാനും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഒരു പുട്ടി അടിച്ച് ഫീൽ ആയിരിക്കുമേ. ഞാൻ പറയുന്നത് നിങ്ങൾ ജസ്റ്റ് പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്കൂളിലോ കോളേജിലൊക്കെ പോകുമ്പോൾ ഇടണം എന്നല്ല. നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമല്ലോ, കുറച്ച് നമുക്ക് ഭംഗിയായിട്ട് കുറച്ച് നല്ല ഒരുങ്ങി പോകാനൊക്കെ ഉള്ള സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഫൗണ്ടേഷൻ ഇടുന്നത് നല്ലതാണ്. അത്യാവശ്യം നല്ലപോലെ ബ്ലെൻഡ് ആയിട്ടുണ്ട്. കമ്മൽ പിടിയൊക്കെ നിങ്ങൾ ഇടുമ്പം ചെവിയിലൊക്കെ എന്തെങ്കിലും എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ഞാനിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിൽ, മാരേജ് അങ്ങനത്തെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ നെക്കിലൊക്കെ നല്ലതുപോലെ ഇടുക. നമുക്കൊരു ഡിസ്കളറേഷൻ ഫീൽ ചെയ്യരുത്. ഫേസിൽ ഇടുന്ന അതേപോലെ തന്നെ നെക്കിൽ ഇടും. നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ലൂസ് പൗഡർ ഇടാം. ഞാൻ നിവേയുടെ ആണ് എടുക്കുന്നത്. നിവേയുടെ അതും എടുക്കുന്നു. നിങ്ങൾക്ക് കോമ്പാക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ വേണ്ടി. കോമ്പാക്റ്റ് ഇല്ല അതുള്ളവർക്ക് അതിടാം. പിന്നെ ഞാൻ വലുതായിട്ട് അങ്ങനെ ഇതുപോലത്തെ പൗഡർ യൂസ് ചെയ്യുന്ന ആളല്ല, അതുകൊണ്ടാണ് അതൊന്നും ഇല്ലാത്തത്. ചെറുതായിട്ട് എനിക്ക് ആ ഓയിൽ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് കുറച്ച് ഓയിലി സ്കിന്നാണ്. അന്നേരം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഓയിലി ആകും. ഈ ചീക്കിൻ്റെ ഈ ഭാഗം, പിന്നെ നോസ്, അവിടെയൊക്കെ മാത്രം ഞാൻ വലുതായിട്ട് അങ്ങനെ
പൗഡറൊക്കെ യൂസ് ചെയ്ത് നോക്കും അധികമായിട്ട്. അല്ലാത്തതൊക്കെ ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്തേ ഉള്ളൂ ഇങ്ങനെ. അതാണല്ലോ അതിൻ്റെ ആചാരം. മതി അല്ലേ? ബേസ് സെറ്റ് അല്ലേ? ക്യാമറയിൽ എങ്ങനെയാണോ കാണുന്നത് എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ണാടി നോക്കിയിട്ട് ഓക്കെ. മതി. ഐഷാഡോ നമുക്ക് ഏതാ ഇടുക? ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഹെവി ആയിട്ട് ഒരുങ്ങുമ്പോഴേ ഇതുപോലത്തെ പാലറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരുങ്ങോളെ. ഇല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു ലിപ്സ്റ്റിക് ഉണ്ട്, ഞാനതാ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ഐഷാഡോയും എൻ്റെ ബ്ലഷ് എല്ലാം അത് തന്നെ ഞാൻ കാണിക്കാം. ഇതാണ് നല്ല ഒരു ക്രീമി ടെക്സ്ചറാണ്, അപ്പം നല്ലപോലെ ബ്ലെൻഡിങ്ങും ആവും. എനിക്കിഷ്ടം അതുകൊണ്ട്. ബ്ലഷൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് എന്തോ കൈ കൊണ്ടിടുമ്പം ഒരു ഫിനിഷിങ് കിട്ടുന്ന പോലെ തോന്നുന്നത്. ബ്രഷ് കൊണ്ടൊന്നും ഇടുമ്പോൾ അത്രയും ഒരു ഇത് കിട്ടത്തില്ല. നമുക്കിങ്ങനെ ഈ കൈ കൊണ്ട് ചെയ്യുന്നൊരു ഇത് കിട്ടത്തില്ല. നമുക്ക് ഒരളവൊക്കെ അറിഞ്ഞ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു. ഇനി അത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ശീലമായി പോയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് ഇച്ചിരി ഓവറായോ? ക്യാമറ ലോവറായോ? അന്നേരം ഒന്നും കുഴപ്പമില്ല. ഓക്കെ, എടുക്കണോ ബ്രഷൊക്കെ? പൊതുവേ ബ്രഷൊക്കെ ഞാൻ ഡാൻസിൻ്റെ മേക്കപ്പ് ചെയ്യുമ്പോഴാണ് ബ്രഷ് വെച്ചൊക്കെ ചെയ്യുന്നത്. അത് ബ്രഷ് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കിതുപോലെ അല്ലല്ലോ. കുറച്ച് ഹെവി ആയിട്ട് ചെയ്യേണ്ടത് കൊണ്ടും കൂടെ ഞാനിങ്ങനെ അതിനൊക്കെ ആ ബ്രഷ് ഉപയോഗിച്ച് കൂടുതലും ചെയ്യുന്നത്. ഇനി നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്യാം. തീരാറായത്. എനിക്കത് പൗഡറാണ് യൂസ് ചെയ്യുന്നത്, എനിക്കതാ ഇഷ്ടം. എനിക്ക് ഐബ്രോ പെൻസിൽ ഒക്കെ വെച്ച് ആൾക്കാർ വരയ്ക്കുന്ന കാണാം, പക്ഷെ എനിക്കൊരു ഒരു വരച്ച് വെച്ച ഫീല് തോന്നും അന്നേരം. ഇതാകുമ്പോൾ കുഴപ്പമില്ല. ഐബ്രോ കുറച്ച് വളർന്നു നിൽക്കുവാണേ. എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് ആയിരുന്നു, എൻ്റെ കസിൻ സിസ്റ്ററുടെ മാരേജ് ആയിരുന്നു. അപ്പം അതിന് പോകാൻ നേരത്തെ ആ ലാസ്റ്റ് എടുത്തത്. എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ 2 ദിവസം മുന്നേ നമ്മൾ എടുക്കണം. അന്നേരം എടുക്കുമ്പോൾ ഒരു എടുത്തു വെച്ചൊരു ഫീൽ ആകും. 2 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും കറക്റ്റ് ആകും. എവിടെയും പോയി എടുക്കത്തില്ല, ഞാൻ സ്വന്തമായി എടുക്കും. ഇതാണ് എൻ്റെ ഒരു രീതി. ഞാനൊരു 6ാം ക്ലാസ് ഒക്കെ തൊട്ട് ഇങ്ങനെ ഐബ്രോസ് എടുക്കും. നിങ്ങളൊക്കെ എങ്ങനെയായിരുന്നോ? എൻ്റെ സിസ്റ്റർ ആ ടൈമിൽ, ഞാൻ 6th പഠിക്കുമ്പം അവള് 9th. അപ്പോൾ ആ ടൈമിലൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ അവൾ അങ്ങനെ എടുക്കുന്നത് കണ്ട് ഞാൻ എടുത്തതാണ്. പക്ഷെ അവൾക്ക് ആ സമയത്ത് പിരിവ് എടുക്കാൻ അങ്ങനെ അറിഞ്ഞു കൊടുത്തിട്ട് ഞാൻ എടുത്തു കൊടുക്കുന്നത്. ഇപ്പോഴും ആള് പാർലറിലൊക്കെ പോയി എടുക്കുന്നത്. എനിക്കെന്തോ പാർലറിലൊക്കെ പോയി എടുക്കുമ്പം ഞാൻ എടുക്കുന്നൊരു രീതിയുണ്ട്. എൻ്റെ പിരികം രണ്ടും രണ്ട് ഇതിലായിരിക്കുന്നത്. അപ്പം അതിനെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം കൈകാര്യം ചെയ്യാനായിട്ട്. അത്ര പെർഫെക്റ്റും അല്ല എൻ്റെ പിരികം. അപ്പോൾ അവരെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ എടുക്കുന്ന രീതിയിൽ എടുത്തു തരത്തില്ല. അതുകൊണ്ട് 1-2 തവണയൊക്കെ പോയി എടുക്കുമായിരുന്നു. പിന്നെ വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നതെന്ന് ഓർത്ത് ഞാൻ തന്നെ എടുക്കും. പിന്നെ ഇതുപോലെ ഇങ്ങനെ ഐബ്രോ പാലറ്റ് ഒക്കെ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ തൊട്ട് ഇനിയിപ്പോൾ കുറച്ച് നമ്മൾ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഇതിൻ്റെ മണ്ടേക്കൂടെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇതാക്കി വിട്ടാൽ മതിയല്ലോ. നമുക്ക് അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റുമേ. എനിക്കൊക്കെ പിരിവ് എടുക്കാതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരണം, എങ്കിലേ ഞാനൊക്കെ പിരിവൊക്കെ എടുക്കുള്ളൂ. ഇല്ലെങ്കിൽ അത് അവിടെ ഇരിക്കും. കുറച്ചധികം കാർഡായെന്നൊക്കെ തോന്നുമ്പോൾ സ്വന്തമായിട്ട് എടുക്കും. എനിക്കിഷ്ടം വെച്ചിട്ട് പിരിവൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന നിമിഷ സജൻ്റെ പിരിവല്ലേ, അതെനിക്കിഷ്ടം. ആ ഒരു ടൈപ്പ്. ഓവറായോ? ഇനി നമുക്ക് ബ്ലഷ് ഇടാം. ലിപ്സ്റ്റിക്ക് ബ്ലഷായിട്ട് ഉപയോഗിച്ച് ഇതുപോലത്തെ ബ്ലഷ് ഇടുമ്പോഴത്തേക്ക് എനിക്ക് എന്തോ പോലെ. ഇച്ചിരി മൂക്കയിലും ഇടുവേ.
കിരട്ടുണ്ടെന്നു. കോണ്ടൂറൊക്കെ ചെയ്യാം, കോണ്ടൂറൊക്കെ ചെയ്യാൻ സാധനമുള്ളതൊക്കെ. എനിക്കതൊന്നുമില്ല. എന്തിനാണ് കോണ്ടൂറൊക്കെ ചെയ്യുന്നത് അല്ലേ? നമുക്ക് മുഖത്തിന് അല്ലേ തന്നെ നല്ല ഷേപ്പല്ലേ, കോണ്ടൂറൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ പറഞ്ഞാട്ടോ, നിങ്ങൾക്ക് കോണ്ടൂറൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. എനിക്കതൊന്നും ഇല്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഇനി അടുത്തത് കണ്ണുകൾ എഴുതണം അല്ലേ? കൺമഷി എടുത്ത് ആദ്യമേ ഞാൻ കണ്ണകത്ത് എഴുതുവേ. അങ്ങനെയാണ് പൊതുവെ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അടുത്ത നമുക്ക് ഐലൈനർ എഴുതാവേ. ഇതുവരെ നിങ്ങൾക്ക് ഇഷ്ടമായോ? കണ്ണെഴുത്തൊക്കെ പിന്നെ ചെറുപ്പം തൊട്ടേ ചെയ്യുന്നതായതുകൊണ്ട് ഐലൈനർ വെച്ചൊക്കെ എഴുതാനായിട്ട് നല്ല വശമാണ്. ഇനി മസ്കാര. പ്രായമായതിൻ്റെ ഒന്നും ഇങ്ങനെ നിൽക്കാൻ വയ്യ. നേരത്തെ ഒന്നും ഒരു കുഴപ്പമില്ല. ഇത് നല്ല മസ്കാര കേട്ടോ. ഇത് ADS-ൻ്റെ. ADS അങ്ങനെ തന്നെ പറയുന്നത്. ADS ആണെന്ന് തോന്നുന്നു. ADS ഉള്ളൂ. ADS. ഇത് നല്ല നമ്മുടെ ഐലാഷസ് ഒക്കെ ഇങ്ങനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ചിലപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് കിട്ടും. അപ്പം പിന്നെ അതേലിട്ട് ഇതാക്കാൻ നിൽക്കണ്ട. കിട്ടിയ സാധനം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് താഴെ ഒന്നുകൂടി എഴുതണം. ഓക്കേ, ഇനി നമുക്ക് ലിപ് ലൈനർ. സുഡാ കളറിൻ്റെ ആണ് ഇത് ലിപ് ലൈനർ എടുത്തേക്കുന്നത്. ആക്ച്വലി ഇത് ലിപ്സ്റ്റിക് ആയിരുന്നു. എനിക്ക് ഇത് ലിപ് ലൈനറായിട്ട് യൂസ് ചെയ്ത് നോക്കിയപ്പം ഇഷ്ടപ്പെട്ടു. ഇതൊരു ഡാർക്ക് കളറും കൂടെ ആയതുകൊണ്ട് ഇതിൻ്റെ സിസ്റ്ററിൻ്റെ അവള് ഞാൻ മേടിച്ചു കൊടുത്താണ് ഈ കളറ്. അവൾക്ക് എനിക്കൊരു ബ്രൗൺ എടുത്തിരുന്നത്. എൻ്റെ ബ്രൗൺ ഇവിടെ ഉണ്ട്. അവൾ ഈ ഇടയ്ക്കൊന്ന് വന്നപ്പം ഞാൻ എടുത്തത്. അഴകാർക്കാ. ഇനി കണ്ണേ, ഞാൻ ചില സാഹചര്യങ്ങളിലൊക്കെ കൺമഷി കുറച്ച് കഴിയുമ്പോൾ പോകും. ലാസ്റ്റ് ചെയ്യുന്ന കൺമഷി അല്ലിതേ. അതുകൊണ്ട് ഞാൻ ഐലൈനർ വെച്ച് ഈ അകത്ത് വാട്ടർ ലൈനിൽ കൂടെ എഴുതും. കണ്ണിൽ പോകരുത് ഇങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ. ഞാനൊക്കെ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ അകത്തെ വാട്ടർ ലൈനിൽ കൂടെ ഇങ്ങനെ എഴുതിയിട്ടുള്ളത് കൊണ്ട് എനിക്കിതൊക്കെ വശവാ. ഇതൊക്കെ ആയാൽ മതി അല്ലേ? വിഷു അല്ലേ, കല്യാണമല്ലല്ലോ. പിന്നെ ഇവര് തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന പിരിയടാ പിരിഞ്ഞ പൊട്ട് വേണ്ടേ? ഞാൻ പൊതുവെ ചെറിയ വട്ടപ്പൊട്ടുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. മറ്റേ കറുപ്പില്ലേ, അതൊക്കെയാണ് എൻ്റെ പൊട്ടുകൾ. പിന്നെ ഞാനിത് കസിൻ്റെ കല്യാണത്തിന് വന്നത്. നല്ലതാ, കൊള്ളാല്ലേ? ഇനി ലിപ്സ്റ്റിക്ക് ഏതിടും? ഇത് മുഴുവൻ ലിപ്സ്റ്റിക്കാണ്. ഇത് ഫുള്ള് ലിപ്സ്റ്റിക്കാ. പക്ഷേ ഏതിടും? ഏറ്റവും കൂടുതൽ സമയം വരുന്നത് ലിപ്സ്റ്റിക്ക് സെലക്ട് ചെയ്യാനായിട്ടും മുടി കെട്ടുമ്പോഴും. മുടി പിന്നെ എന്തോരം കെട്ടിയാലും റെഡി ആവത്തില്ല. ലിപ്സ്റ്റിക്കിന് ഏതെങ്കിലും പറഞ്ഞാൽ ഇതാക്കിയിട്ട് നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ മായ്ച്ചും ഇതൊക്കെ ആക്കാം.
ഈ കളർ യൂസ് ചെയ്താലോ. ഇത് ഡെബോറ വെൽവെറ്റ് മാറ്റ് ലിപ്സ്റ്റിക്ക്, നല്ല സാധനം. ഇതിൻ്റെ നമ്പർ നോ ട്രാൻസ്ഫർ 15 മാറ്റ് ആണ്. ഓക്കെ, അപ്പം ഞാനിത് എൻ്റെ ഫേസ് മേക്കപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനൊരു സാരിയാണ് ഉടുക്കുന്നത്. ഒരു സാരി ഉടുക്കണം, കമ്മല്, മാല, ഹെയർ റെഡിയായി, ഓൾ സെറ്റ്. ഇങ്ങനെ ഉടുക്കണോ, ഇങ്ങനെ ഇടണോ? ഇങ്ങനെ ഇടാം അല്ലേ, അതല്ലേ ഭംഗി. ഓക്കെ, ഇന്നത്തെ വീഡിയോ. ഇന്ന് ചെയ്ത വിഷു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.